മനുഷ്യരുടെ ചിന്താഗതി എങ്ങനെയൊക്കെ മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ബംഗാളിലെ BJP വിജയം. ഒരു കാലത്ത് നമുക്കറിയാം ബംഗാൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പോലെ തന്നെ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ആധിപത്യമായിരുന്നു അവിടെ. പിന്നീട് അത് കോൺഗ്രസ് തന്നെ പല ഭിന്നിപ്പും പിളർപ്പുമൊക്കെ വന്നത് ഓർക്കുന്നു. അതിനുശേഷം പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു തേരോട്ടം, 34 വർഷത്തെ ഭരണം. പിന്നീട് തൃണമൂൽ കോൺഗ്രസ് വന്നു. ഇപ്പോഴിതാ BJP വരുന്നു. അപ്പോൾ ആളുകൾ, വോട്ടർമാരെല്ലാം അതേ വോട്ടർമാർ തന്നെ, പക്ഷെ അവരുടെ ചിന്താഗതികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പാർട്ടിയിൽ നിന്ന് അടുത്ത പാർട്ടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ BJPക്കാർ ഒരു കാലത്ത് മാർക്സിസ്റ്റുകാരായിരുന്നിരിക്കണമല്ലോ. കാരണം പിന്നെ പഴയ കോൺഗ്രസ്സുകാരാണ് മാർക്സിസ്റ്റുകാരായത്. ആ മാർക്സിസ്റ്റുകാരാണ് പിന്നെ തൃണമൂലും ഇപ്പം BJP ആയി മാറിയിരിക്കുന്നത്. അപ്പോൾ ആളുകളുടെ ചിന്താഗതികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അത് പിന്നെ ഈ ആശയപരമായി നമുക്കറിയാം, എല്ലാവരും ഒരേ ആശയത്തിൽ എല്ലാ കാലവും നിൽക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പാർട്ടികൾ മാറുന്നതിൽ അതിശയിക്കാനുമില്ല രാഷ്ട്രീയ രംഗത്ത്. അപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പം ഇപ്പോൾ പുതിയ ഈ BJP വിജയിച്ച 3 മണ്ഡലങ്ങളിലും നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടി വിജയിച്ചതാണ്. അതുപോലെ തന്നെ ഈ പല മണ്ഡലങ്ങളിലും BJPക്ക് നല്ലൊരു പങ്ക് വോട്ട് കിട്ടിയതുകൊണ്ടാണ് UDF വിജയിച്ചതെന്നാണ് പിന്നെ പുതിയ കണക്കുകൾ പറയുന്നത്. ഈ നഷ്ടപ്പെട്ട വോട്ടുകൾ പോയത് മുഴുവനും പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ്. അവരുടെ വോട്ടുകളാണ് നഷ്ടപ്പെട്ടത്. പിന്നെ UDF പിന്നെ അനുകൂല വോട്ടുകൾ അധികം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. അത് എത്ര കണ്ട് ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റിയെല്ലാം വിശദമായ പഠനം ആവശ്യമുള്ള കാര്യമാണ്. എങ്ങനെയായാലും ആളുകളുടെ ചിന്താഗതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ മാറിക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് ഈ പാർട്ടികളിലും നയങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ ഇങ്ങനെ അധോഗതി വരുന്ന ഒരു സ്ഥിതി വരും. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ഇടതുപക്ഷം ഈ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഒരർത്ഥത്തിൽ ഇടതുപക്ഷം വിജയിച്ചു അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്നാണ് എന്നെപ്പോലുള്ളവർ കരുതുന്നത്. കാരണം ഇടതുപക്ഷം അവിടെ നിലനിൽക്കും, ഇല്ലാതാവുന്നില്ല. ആ ആശയത്തോട് താല്പര്യമുള്ളവർ, ആ ആശയവുമായിട്ട് അതിനോട് പ്രതിബദ്ധതയുള്ളവർ, അവർ ഇനി സജീവമായിട്ട് രംഗത്ത് വരും. അവർ ആ പാർട്ടിയുടെ നേതൃത്വത്തിലേക്കും ആ പാർട്ടിയെ നയിക്കുന്നതിനായിട്ടും രംഗത്ത് വരും എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നത്. ഈ വയസ്സൻ ആളുകൾ, ഈ അധികാര കസേരയും അധികാരമോഹികളുമായിട്ടുള്ള ആളുകൾ പലരും ഈ 5 വർഷത്തിനുള്ളിൽ കൊഴിഞ്ഞു പോയിക്കോളും. അവർക്ക് ഈ ആധിപത്യത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരും. പുതിയ തലമുറ അവിടെ രംഗത്ത് വരും. അപ്പോഴത്തേക്ക് ആശയങ്ങൾ നിലനിൽക്കുകയും ചെയ്യും എന്ന് എന്നെപ്പോലുള്ളവർ കരുതുന്നു. ഇപ്പം ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഈ 100-110 വർഷം മുമ്പ് കേരളത്തെ ഭ്രാന്താലയമെന്ന് പിന്നെ വിവേകാനന്ദൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മുടെ കാരണവന്മാരൊക്കെ എന്ത് ഭയങ്കരന്മാരായിരിക്കണം. കേരളത്തെ ഒരു ഭ്രാന്താലയം ആക്കാൻ മാത്രം ഉള്ള നമ്മുടെ 2 തലമുറ മുന്നിലുള്ള ആളുകൾ, അവന്മാരൊക്കെ എന്ത് പാർട്ടികളായിരുന്നിരിക്കണം. ഈ ഇന്ത്യയിൽ ഈ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുള്ള മറ്റ് സ്റ്റേറ്റുകൾ പലതുണ്ട്. ബീഹാറും പിന്നെ അതുപോലെയുള്ള അന്ന് ഉത്തർപ്രദേശും അങ്ങനെയൊക്കെയുള്ള എല്ലാ സ്റ്റേറ്റുകളുമുണ്ട്. അവരെ ഒന്നും നോക്കി വിവേകാനന്ദൻ അത് പറഞ്ഞില്ല, കേരളത്തെ നോക്കി. അപ്പോൾ ആ സ്ഥിതിയിൽ നിന്ന്, അത്രയ്ക്ക് ഹീനമായ ഒരു അവസ്ഥയിൽ നിന്ന് കേരളത്തെ ഉദ്ധരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും ആ പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ ചെയ്ത ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ ആ നേട്ടങ്ങൾ ഇല്ലാതാവാൻ പാടില്ല. ആ നേട്ടങ്ങൾ നിലനിൽക്കുക തന്നെ വേണം. അപ്പോൾ ആ നേട്ടങ്ങൾ നിലനിൽക്കണമെങ്കിൽ ആ പ്രസ്ഥാനം നിലനിൽക്കണം. അപ്പോൾ ആ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ അധികാരം ഉണ്ടായാൽ പോരാ, അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ ആണ് അത് ആ പ്രസ്ഥാനമായിട്ട് നിലനിൽക്കാനുള്ള സാധ്യത പിന്നെ കൂടുതലായിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതാണിപ്പം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം തോൽക്കുകയല്ല ചെയ്തത്, ഇടതുപക്ഷം രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആ ഇടത് ആശയങ്ങൾ രക്ഷപ്പെടുകയാണ് ചെയ്തത്. അത് രക്ഷപ്പെടുക തന്നെ വേണമെന്ന് തീർച്ചയായിട്ടും ഈ സതുദ്ദേശത്തോട് ചിന്തിക്കുന്ന എല്ലാവരും കരുതും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഈ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം, ഈ കാര്യപ്പെട്ട മന്ത്രിമാർ, ഒരൊറ്റ മന്ത്രിസഭയിലൊക്കെ കാര്യപ്പെട്ട ആളുകളെ മന്ത്രിസഭയിൽ എടുത്തില്ല. ശൈലജ ടീച്ചറുണ്ട്, തോമസ് ഐസക് ഉണ്ട്, ജി സുധാകരനുണ്ട്. അവരൊക്കെ ഓരോ കാരണം പറഞ്ഞ് ഒഴിവാക്കി. നേരെ മറിച്ച് മന്ത്രിമാർ ആയവർ ആരൊക്കെയാണ്? ആരും അറിയാത്തവർ. എന്നിട്ട് ഈ മന്ത്രിമാരെന്ന നിലയിൽ അവരെന്തെങ്കിലും ഒരു പ്രകടനം നടത്തിയോ? എന്തെങ്കിലും ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ അവർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞോ? ഒട്ടില്ലതാനും. എല്ലാം പിണറായി എന്നൊരൊറ്റ വ്യക്തിയിൽ ചുറ്റിപ്പറ്റി നടന്നു. ആ ഒരു ഓർബിറ്റിന് ചുറ്റിലും കറങ്ങുന്ന സ്ഥിതിയിലേക്ക് മാറി. പാർട്ടിയാണെങ്കിലും പിന്നെ മുഖ്യമന്ത്രിയുടെ ആജ്ഞാനുവർത്തിയായിട്ട് മാറുന്ന ഒരു സ്ഥിതി വന്നു. അതുപോലെ തന്നെ ഈ കേരളത്തിലെ മനസാക്ഷി നമുക്കറിയാം, നമ്മുടെ ഈ പ്രഭുത്വം പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളതിനെയൊക്കെ എതിർക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്റ്റേറ്റിലാണ് 40 കാറുകളിൽ അകമ്പടിയോടുകൂടി മുഖ്യമന്ത്രി യാത്ര ചെയ്യുക എന്നൊക്കെ പറയുമ്പം അതൊക്കെ ഒരു അരോചകമായൊരു കാര്യമാണ്. ജനമതൊന്നും അംഗീകരിക്കില്ല എന്ന് പിണറായിക്ക് പോലും അറിയത്തില്ലേ. പിണറായി പോലും ഒരു ജനകീയനായ പിന്നെ വ്യക്തിയാണ്. എന്ന് മാത്രമല്ല, ഇത്രയധികം അകമ്പടിയുടെ ആവശ്യം എന്താണ്?
ഈ നാടെങ്ങും സഹാക്കളുണ്ട്, സംരക്ഷിക്കാനായിട്ട് സഹാക്കളുണ്ട്. ആരാണ് ചോദ്യം ചെയ്യാനുള്ളത്? ഒരു കാറും ഒരു ആംബുലൻസും മാത്രമുണ്ടെങ്കിൽ, പിന്നെ 2 പോലീസുകാരും മാത്രമുണ്ടെങ്കിൽ കൂടി എന്തെങ്കിലും പ്രശ്നം വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ആരെ കാണിക്കാനായിരുന്നു എന്നൊന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതൊന്നും തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഭരണം ഇടതുമുന്നണി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നൊക്കെ ഉണ്ടാവുന്നത് ഖേദകരമായിപ്പോയി. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. കുഴപ്പമില്ല, 10 വർഷത്തിൽ കൂടുതൽ ഒരു പാർട്ടി ഭരിക്കാൻ പാടില്ല. 10 വർഷം തന്നെ കൂടുതലാണ്. ഓരോ 5 വർഷത്തിലും മാറുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ പുതിയ ആശയങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ വരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.